ഹലോ, വെൽക്കം ബാക്ക്. കാനൂസിയമ്മ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഷെഫ് വെള്ളെ സ്പെഷ്യൽ നിർവാണയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. അപ്പൊ ആദ്യം തന്നെ മീനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഇതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടാ. ചെറിയൊരു പേസ്റ്റ് പരുവത്തിലാണ് നമുക്കിത് വേണ്ടത്. അതുകൊണ്ട് തന്നെ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ വെച്ചിട്ട് നിർവാണ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ട്യൂണ ഫിഷ് ആണ്. ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. 5 പീസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ക്വാണ്ടിറ്റിയിൽ നിർവാണ റെഡിയാക്കി എടുക്കാം. ചെറിയ ക്വാണ്ടിറ്റിയിൽ നിർവാണ റെഡിയാക്കണതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പൊ ഞാനിത് 5 പീസ് നല്ലപോലെ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് റെസ്റ്റിനായിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചുകൊടുത്തിട്ട് ഈ മീനൊന്ന് പൊരിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചുകൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മീൻ ഇതിലേക്ക് വെച്ച് പൊരിച്ചെടുക്കണം. സാധാരണ രീതിയിൽ തന്നെയാണ്, പക്ഷെ നമ്മൾ സാധാരണ രീതിയിൽ പൊരിക്കും പോലെ ഒരുപാട് അങ്ങ് പൊരിച്ച് കരിച്ചെടുക്കരുത്. ചെറുതായിട്ട് 2 ഭാഗവും ഒന്ന് ഷാലോ ഫ്രൈ ആണ് ചെയ്യേണ്ടത്. എന്നാൽ ഒരു പൊരിഞ്ഞ ടെക്സ്ചർ ഉണ്ടാവും വേണം. ആ ഒരു രീതിയിലാണ്. ഒരു ഭാഗം റെഡിയായി വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു ആവശ്യം കൂടി കുക്കായി വന്നു കഴിഞ്ഞാൽ ഒരു തവണയും കൂടി ഞാൻ ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോഴത്തെ മീനെല്ലാം നല്ലപോലെ തന്നെ പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി തീ അങ്ങ് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഈ ഓയിലൊന്നും ഒഴിവാക്കുന്നില്ല, ജസ്റ്റ് ഇതേപോലെ തന്നെ മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു മൺചട്ടി എടുത്തിട്ട് ഇതിലേക്ക് ഈ രീതിയിൽ വാഴല വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 3 പീസ് വാഴലയാണ് വെച്ചത്. ഒരു ഫുള്ളായിട്ട് വലിയൊരു പീസ് കിട്ടുകയാണെങ്കിൽ അങ്ങനെ വെച്ചാലും മതി. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കൂടെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ പൊരിച്ചു വെച്ചിട്ടുള്ള മീൻ ഈ ഒരു വാഴലയുടെ മുകളിലായിട്ട് വെച്ച് കൊടുക്കണം. ഞാനിപ്പോൾ പീസാക്കിയിട്ടുള്ള മീനാണല്ലോ എടുത്തത്. അതുകൊണ്ട് തന്നെ എല്ലാ കഷ്ണങ്ങളും ഈ ഒരു ചട്ടിയുടെ അടിഭാഗത്ത് തട്ടുന്ന രീതിയിൽ നിരത്തി അങ്ങ് വെച്ച് കൊടുക്കണം. മുഴുവനായിട്ടുള്ള മീനാണെങ്കിൽ അത് മാത്രമായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. മീൻ പൊരിച്ചിട്ട് ബാക്കി വന്നിട്ടുള്ള വെളിച്ചെണ്ണ കുറച്ച് ഇതിന്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആ മീനൊന്ന് മുങ്ങി വരാൻ പാകത്തിന് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനപ്പോൾ ഏകദേശം ഒരു 1.5 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ ഇഞ്ചി 1 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് മാങ്ങയാണ്. മാങ്ങ പുളി നോക്കിയിട്ട് വേണം ചേർക്കാൻ. ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഇനി ഇതിലേക്ക് എരിവിനായിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇത് അടച്ചു വെച്ച് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. നല്ലപോലെ ഈ ഒരു രീതിയിലൊന്ന് തേങ്ങാപ്പാലൊക്കെ തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് തീ ഓഫ് ചെയ്യാം. ഇനി ഈ ഒരു ചട്ടിയിൽ കിടന്നിട്ട് ഇതൊന്ന് കുറുകി വരണം. തേങ്ങാപ്പാൽ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയം നമ്മളിത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കട്ടി തേങ്ങാപ്പാലാണല്ലോ ഒഴിച്ചത്. തീ ഓഫ് ചെയ്ത് കുറച്ച് സമയം ഇരിക്കുമ്പോഴേക്കും ഈ ഒരു രീതിയിലായിട്ടുണ്ടാവും. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാൻ. ആ ഒരു തേങ്ങാപ്പാലും ചെറിയൊരു മാങ്ങയുടെ പുളിയൊക്കെ ആയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വെള്ളപ്പത്തിന്റെ കൂടെയും അതുപോലെ തന്നെ നൂൽപ്പൊട്ടിന്റെ കൂടെ ഒക്കെ അടിപൊളിയാണ്. മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ തന്നെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.